ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വീക്ക്ലി ഉള്ള ഭാഗവതം ക്ലാസ്സിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പോൾ ശ്രീമദ് ഭാഗവതം ക്യാൻറ്റോ 1 ക്രിയേഷൻ, അതിൽ 6-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകമാണ് ലാസ്റ്റ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത്. വ്യാസദേവനും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണം. വ്യാസദേവനോട് നാരദ മഹർഷി തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുകയാണ്. ഈ ജന്മത്തിലെ കുട്ടിക്കാലമല്ല, ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞ ദിവസത്തിൽ നാരദ മഹർഷിയുടെ ജന്മം ഏതായിരുന്നു, അതിലെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ കേട്ടു, അദ്ദേഹത്തിൻ്റെ അമ്മ ഭക്തിവേദാന്തികളെ സേവിച്ചു. നാരദ മഹർഷിയും കൂടെ ഭക്തിവേദാന്തികളെ സേവിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഭക്തിവേദാന്തികൾ നാരദ മഹർഷിക്ക് ജ്ഞാനം പകർന്നു നൽകി. അതിനുശേഷം നാരദ മഹർഷിയുടെ മാതാവ് അകാലത്തിൽ മരണപ്പെട്ടു. ആ ജ്ഞാനത്തിൻ്റെ പിൻബലത്തിൽ നാരദ മഹർഷി ഭഗവാനെ ആശ്രയിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. അവസാനം അദ്ദേഹം വനത്തിലെത്തിച്ചേർന്നു. വനത്തിലെത്തിച്ചേർന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാനെ ധ്യാനിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഒരുപാട് അധികം താമസിക്കേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ഭഗവാനെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന് എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഭഗവാന്റെ ദർശനം കൊണ്ട് നാരദ മഹർഷിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായത് അല്ലെങ്കിൽ മനസ്സിലുണ്ടായത് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. 17-ാമത്തെ ശ്ലോകമാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത്. എന്താണ്? പ്രേമ അതിഭര നിർഭിന്ന പുളകാംഗോ അതി നിർവൃതഃ ആനന്ദ സംപ്ലവേ ലീനോ നാ പശ്യം ഉഭയം മുനെ. അതായത്, അല്ലയോ വ്യാസദേവ, നാരദ മഹർഷി പറയുകയാണ്, അത്യധികം സന്തോഷം കൊണ്ട് നമുക്ക് തട്ടിച്ചു നോക്കാൻ പറ്റുകയില്ല എന്ത് സന്തോഷമാണ് എന്ന്. കാരണം അങ്ങനെ ഒരു സന്തോഷം, ഭഗവാനെ കാണുന്ന സന്തോഷം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഒരു ഭൗതികമായിട്ടുള്ള സന്തോഷത്തിനോടും തട്ടിച്ചു നോക്കാൻ പറ്റുകയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, അത്യധികം സന്തോഷമുണ്ടാകുന്നു. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വന്നിട്ട് എന്താണ്? സെപ്പറേറ്റ്ലി എൻലൈവൻഡ്. ഓരോരോ അംഗങ്ങളും ഭഗവാന്റെ ദർശനം കൊണ്ട് അത്യന്തം ഊർജ്ജസ്വലമായി തീർന്നു. അങ്ങനെ ആനന്ദസാഗരത്തിൽ ആറാടി നിൽക്കുമ്പോൾ എന്നെയും ഭഗവാനെയും കൂടെ ഞാൻ വന്നിട്ട് കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. ഇവിടെ ഭാഗവതത്തിൽ ഇനിയും പല സ്ഥലങ്ങളിൽ ഈ ഒരു ഭഗവാന്റെ ദർശനം കൊണ്ടുള്ള ആ ഒരു എക്സ്റ്റസി. എക്സ്റ്റസിയുടെ മലയാളം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആനന്ദത്തിൻ്റെ അതിരേകം കൊണ്ടുള്ള അവസ്ഥ എന്നാണ് നമ്മൾ സാധാരണ പറയുക. പക്ഷേ അത് പല സ്ഥലങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ ഈ പറയുന്ന ഈ വ്യാസദേവൻ ഇത് വെറുതെ എഴുതി വെച്ചതാണ് എന്ന് നിങ്ങൾക്ക് ചില ആൾക്കാർ നിങ്ങളോട് ചോദിച്ചേക്കാം. പക്ഷേ നോക്കൂ, ധ്രുവ മഹാരാജാവ് ഭഗവാനെ കാണുമ്പോഴും പ്രഹ്ലാദ മഹാരാജാവ് ഭഗവാന്റെ ദർശനം എടുക്കുമ്പോഴും ഈ നാരദ മഹർഷിയുടെ ചെറുപ്പത്തിലുള്ള ആ കുട്ടി എന്ത് ചെയ്യുമ്പോൾ ഭഗവാനെ ദർശനം എടുക്കുമ്പോഴും ഒക്കെ എക്സ്റ്റസിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മാത്രമല്ല, രൂപഗോസ്വാമിയെ പോലുള്ള ആചാര്യന്മാർ തൻ്റെ ഭക്തി രസാമൃത സിന്ധു എന്ന പുസ്തകത്തിലും എക്സ്റ്റസിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റസിയുടെ വിവരണം ഏകദേശം ഒരുപോലെയാണ് ഇവിടെ ഈ വിവിധ സ്ഥലങ്ങളിലെല്ലാം. ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾക്ക് മുമ്പെയാണ് എക്സ്റ്റസിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. രൂപഗോസ്വാമി ആ എക്സ്റ്റസിയുടെ ലക്ഷണങ്ങളാണ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. വ്യാസദേവൻ ധ്രുവനെക്കുറിച്ചും പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ചും പിന്നെ നാരദ മഹർഷിയെക്കുറിച്ചുമൊക്കെ എക്സ്റ്റസിയിൽ വന്നു എന്ന് പ്രതിപാദിക്കുന്നത് വിവിധ കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഒരേപോലെ ഇത്രയും ആൾക്കാർക്ക് ഭഗവാനെ കാണുമ്പോൾ ദർശനത്തിൻ്റെ ആനന്ദാതിരേകം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വ്യാസദേവൻ ചമച്ച ഒന്നായിരിക്കാൻ വഴിയില്ല എന്ന് നമ്മൾക്ക് അനുമാനിക്കാം, അല്ലെങ്കിൽ എന്ന് നമ്മൾക്ക് തീർച്ചപ്പെടുത്താം. അതുകൊണ്ട് ഭഗവാനെ കാണുമ്പോഴുള്ള ആ ഒരു ആനന്ദത്തിൻ്റെ അനുഭവമാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. 18-ാമത്തെ ശ്ലോകമാണ്
ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനെയും ഗുരുവിനെയും നമുക്ക് പ്രീതിപ്പെടുത്താം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനാതീര വനചാരി യമുനാതീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരാനിതായ് ജയ ഗോരാനിതായ് ഗോരാനിതായ് ജയ ഗോരാനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. 18ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അജാമൽ പ്രഭു അത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നപ്പോൾ നമുക്ക് വായിക്കാം. ഇത് നമ്മൾ അനുഷ്ടുപ് ഛന്ദസ്സിൽ തന്നെയാണ് വായിക്കുന്നത്. 8 അക്ഷരങ്ങൾ, ഓരോ വരിയിലും 8 അക്ഷരങ്ങളാണ്. അതാണ് അനുഷ്ടുപ് ഛന്ദസ്സിൻ്റെ പ്രത്യേകത. 1, 6, 18. നാരദ മഹർഷി എന്ത് ചെയ്യുകയാണ്? ഭഗവാന്റെ രൂപം കണ്ടു. അദ്ദേഹം അതിൽ വളരെ ആനന്ദ പുളകിതനായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, എക്സ്റ്റസിയുടെ അവസ്ഥയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? രൂപം ഭഗവതോ യത്തൻ മനഃ കാന്തം ശുചാപഹം അപശ്യൻ സഹസോത്തസ്തേ വൈക്ലവ്യാദ് ദുർമനായിവ. രൂപം ഭഗവതോ യത്തൻ മനഃ കാന്തം ശുചാപഹം അപശ്യൻ സഹസോത്തസ്തേ വൈക്ലവ്യാദ് ദുർമനായിവ. രൂപം ഭഗവതോ യത്തൻ മനഃ കാന്തം ശുചാപഹം അപശ്യൻ സഹസോത്തസ്തേ വൈക്ലവ്യാദ് ദുർമനായിവ. നോക്കാം നമുക്ക് എന്താണ് നാരദ മഹർഷി പറയുന്നത്. രൂപം എന്താണ് നാരദ മഹർഷി കണ്ടുകൊണ്ടിരിക്കുന്നത്? രൂപം. ആരുടെ രൂപം? ഭഗവാന്റെ രൂപം. ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് മറുപടിയാണ് നാരദ മഹർഷി പറയുന്നത്. ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നുണ്ട്? ഹൃദയത്തിനുള്ളിൽ ഭഗവാനെ കാണുന്നുണ്ട്.
അല്ലേ? ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ, യോഗിനാം അപി സർവേഷാം മത്കതേന അന്തരാത്മന. യോഗിമാര് ഈ ധ്യാന എന്താണ് അഷ്ടാംഗ യോഗം, അഷ്ടാംഗ എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങളുള്ള യോഗം. അതിൻ്റെ അകത്ത് എന്താണ് പലതരത്തിലുള്ള പ്രോസസ്സുകളുണ്ട്. നമ്മൾ യോഗ എന്ന് പറയുന്നത് ഇപ്പം കാണുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്ന കസറത്തുകൾ മാത്രമല്ല, അത് ഒരു ഭാഗം മാത്രമാണ്. അതിൽ എന്താണ് 8 അംഗങ്ങളുണ്ട്. അപ്പോൾ ഈ അംഗങ്ങളെല്ലാം ചേർന്ന് അവസാനം ഈ പ്രോസസ്സ് ഏറ്റവും അവസാനം അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ, സമാധി എന്ന് പറയുന്നുള്ള അവസ്ഥയിൽ ആ ജീവാത്മാവ്, അതായത് യോഗ പരിശീലിക്കുന്ന, അഷ്ടാംഗ യോഗ പരിശീലിക്കുന്ന ജീവാത്മാവ് ഭഗവാനെ എങ്ങനെ കാണും എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇനിയും ഭാഗവതത്തിലും പറയുന്നുണ്ട്. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലക്ഷോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ചതുർഭുജ രൂപിയായിട്ടുള്ള പരമാത്മാവിനെയാണ് യോഗി സ്വന്തം ഹൃദയത്തിൽ ദർശിക്കുന്നത്. അപ്പോൾ നാരദമുനിയും അതേ പ്രോസസ്സാണ്. എങ്ങനെ ആ കുട്ടിക്ക് ഭക്തിവേദാന്തികൾ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്ന്. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ദൃശ്യമാകുന്നത്? രൂപം. നമുക്കറിയാം 3 തരത്തിൽ ഭഗവാനെ സാക്ഷാത്കരിക്കാം. ഒന്ന് ബ്രഹ്മൻ, അതായത് അരൂപിയായിട്ടുള്ള എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമ്മൾക്ക് സാക്ഷാത്കരിക്കാം. അത് ആദ്യത്തെ പടിയാണെന്ന് നമ്മൾ പറഞ്ഞു. 2ാമത്തെ പടിയാണ് പരമാത്മ, അതായത് ചതുർബാഹുവായിട്ടുള്ള ഭഗവാനെ ഹൃദയത്തിൽ വന്നിട്ട് സാക്ഷാത്കരിക്കുന്നത്. 3 ശ്യാമസുന്ദരനായ കൃഷ്ണനെ, ഭഗവാനെ എങ്ങനെ അവിടെ റിയലൈസേഷൻ, ഭക്തി കൊണ്ട് ഇത് ആരാണ്? ബ്രഹ്മവാദികൾ. ഇത് ജ്ഞാനികൾ, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം നേടിയ ആൾക്കാർ. 2ാമത് ഭഗവാനെ, പരമാത്മാവിനെ ദർശിക്കുന്നത് ആരാണ്? യോഗിമാർ. 3ാമത് കൃഷ്ണനെ, അതായത് ശ്യാമസുന്ദര രൂപമായ ഭഗവാന്റെ ത്രിഭംഗ ലളിത ശ്യാമസുന്ദരനെ ദർശിക്കുന്നത് ആരാണ്? ഭക്തന്മാർ. ഇങ്ങനെ 3 തരത്തിൽ ഭഗവാനെ ദർശിക്കാം. ഇവിടെ നാരദ മഹർഷി ഈ യോഗ പദ്ധതിയാണ് അവലംബിച്ചത്. അതായത് ധ്യാനം, അല്ലേ, ധ്യാനം, യോഗ എന്ന് പറയുന്ന ആ പദ്ധതി അവലംബിച്ചത് കൊണ്ട് ഭഗവാനെ എന്ത് ചെയ്തു? അദ്ദേഹം ചതുർഭുജ രൂപത്തിൽ വന്നിട്ട് ഹൃദയത്തിൽ കാണുന്നു. പക്ഷേ നാരദ മഹർഷിക്ക് ഒരു പ്രശ്നമുണ്ടായി. എന്ത് സംഭവിച്ചു? രൂപം, ആരുടെ രൂപം? ഭഗവതോ, ഭഗവാന്റെ രൂപം. എങ്ങനത്തെ രൂപം? യത് തൻ മനഃ കാന്ത ശുചാപഹം. ആരാണ്? എന്താണ് അതിൻ്റെ അർത്ഥം? മനഃ കാന്ത ശുചാപഹം. ഈ രൂപം വന്നിട്ട് നമ്മളുടെ ഹൃദയത്തിൽ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെയും ദൂരീകരിക്കും. അങ്ങനെയുള്ളതാണ് ആ രൂപം. അപ്പോൾ എന്താണ് പറയുന്നത്? രൂപം ഭഗവതോ യത്തൻ മനഃ കാന്തം ശുചാപഹം. ശുചിയാക്കുക, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അല്ലെങ്കിൽ അനർത്ഥങ്ങളെയും ശുചിയാക്കുന്ന തരത്തിലുള്ള രൂപമാണ് ഈ നാരദ മഹർഷി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത വാക്കിൽ പറയുന്നു അപശ്യൻ. പശ്യതി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. അപശ്യൻ എന്ന് പറഞ്ഞാൽ കാണാതെയായി എന്നാണ്. പെട്ടെന്ന് എന്താണ് വളരെയധികം താല്പര്യത്തോടു കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നാരദ മഹർഷി കണ്ടുകൊണ്ടിരിക്കുന്നു, ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നു ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം. ഓരോരോ അംഗങ്ങളിലും പുളകിതനായിക്കൊണ്ട് ആരാണ്? ആ രൂപത്തിനെ കണ്ണുകൊണ്ട് അദ്ദേഹം അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിൽ. പക്ഷേ പെട്ടെന്നത് കാണാതായി. നോക്കൂ, അത്ര സന്തോഷകരമായ ഒരു വസ്തു നമ്മൾക്ക് കിട്ടിയിട്ട് അത് കാണാതെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നാരദ മഹർഷിക്ക് വലിയ വിഷമായി. ആർക്ക്? ആ കുട്ടിക്ക് വളരെ വിഷമമായി. എന്ത് സംഭവിച്ചു? അപശ്യൻ, കാണുന്നില്ല. സഹസോത്തഷ്ടേ, പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്തുകൊണ്ട് ചാടി എഴുന്നേറ്റു? വൈക്ലവ്യാത്, വിഷമം കൊണ്ട്. ദുർമനായ, അതായത് ഇത്രയും നേരം ഒരു നിധിയായിരുന്നു കയ്യിൽ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു രത്നം ഉണ്ടായിരുന്നു. ആ രത്നം പോകുന്ന വഴിയിൽ എവിടെയോ കളഞ്ഞുപോയി.
രത്നത്തിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വെള്ളിപിടിപ്പുള്ള വളരെ മൂല്യമുള്ള ഒരു വസ്തുവായിരുന്നു കയ്യിൽ കൊണ്ടു നടന്നത്, സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ദുഃഖമുണ്ടാകും അല്ലേ? അതേപോലെയാണ് ഭഗവാന്റെ ആ ദർശനം കിട്ടിയപ്പോൾ അത്രയധികം സന്തോഷിച്ച് ആ കുട്ടി, പക്ഷെ പെട്ടെന്ന് കാണാതെ ആയപ്പോൾ അപശ്യൻ സഹസോത്തഷ്ടെ, എണീറ്റ് പെട്ടെന്ന്, വൈക്ലവ്യാത് ദുർമന ഇവ, അതായത് വിഷമം കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി മനസ്സിൽ, അങ്ങനെ അദ്ദേഹം ചാടി എഴുന്നേറ്റു. അപ്പോൾ ശ്രീല പ്രഭുപാദ് ഈ പർപ്പട്ടിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നാരദമുനി ഭഗവാന്റെ രൂപത്തെ ദർശിച്ചു. ഭഗവാൻ വന്നിട്ട് അരൂപിയല്ല. അതായത് നാരദമുനി ദർശിച്ച ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഭൗതിക രൂപങ്ങളൊന്നുമല്ല. കാരണം എന്താണ്? അദ്ദേഹം അത് നഷ്ടപ്പെട്ടപ്പോൾ എത്രയധികം വിഷമിച്ചു. നമ്മൾ കാണുന്ന ഭൗതിക രൂപങ്ങളെല്ലാം വന്നിട്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്നതേ അല്ല. നമ്മൾ എല്ലാത്തിനെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഭഗവാന്റെ രൂപത്തിനെ ദർശിച്ചിട്ട് വന്നവരാണ് നമ്മൾ. ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ ആരാണ് ജീവാത്മാവിന് ഭഗവാനെ കാണാനും അദ്ദേഹത്തിനെ അവരോട് സംസാരിക്കാനുമുള്ള കഴിവുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഭാഗവതത്തിൽ ഇനി വരും നമ്മൾ അതെങ്ങനെയാണ് അമ്മയുടെ വയറ്റിലൊരു കുട്ടി വളരുന്നത്, എന്തൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഭഗവാനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തിരിച്ച് പുറത്ത് എപ്പോഴാണോ ഗർഭപാത്രത്തിൽ നിന്നും വരുന്നത് അപ്പോഴേക്കും നമ്മൾ ഭൗതികമായിട്ടുള്ള കെട്ടുപാടിനകത്തായിട്ട് ആ ദർശനം നമുക്ക് നഷ്ടപ്പെടും. ശരീരം സ്വീകരിച്ച് തിരികെ എന്ത് ചെയ്യും? ഭൗതിക ജീവിതത്തിൽ പ്രവേശിച്ച് അതിൻ്റെ കെട്ടുപാടിൽപ്പെട്ട് കഴിയുമ്പോൾ ആ ദർശനം നമുക്ക് നഷ്ടപ്പെടും. ദർശനവും ശ്രവണവും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എന്ത് നമ്മൾക്ക് തോന്നും? നഷ്ടബോധം തോന്നും. നമ്മൾ ഈ ഭൗതിക ലോകത്തെല്ലാം നമ്മൾ തിരയുന്ന സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഉണ്ടാകുന്ന ഏത് സാധനമാണെങ്കിലും അത് ഭഗവാനെയാണ് നമ്മൾ തിരയുന്നത്. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ട് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ ഇല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പരീക്ഷിത്ത് എന്ന് പേര് വന്നത്? അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണുരാധൻ എന്നാണ്. വിഷ്ണുരാധൻ അതായത് ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. വിഷ്ണുരാത് അല്ലേ? എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു? ഉത്തര വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാഹം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. മരണവുമായി മുഖാമുഖം കാണുന്ന അവസരത്തിൽ എനിക്ക് അങ്ങല്ലാതെ ആരുമില്ല സഹായം ഭഗവാനെ എന്ന് ഉത്തര കരഞ്ഞു പ്രാർത്ഥിച്ചു. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം തൻ്റെ ഉദരത്തിലുള്ള പാണ്ഡവരുടെ അവശേഷിക്കുന്ന സന്തതി പരമ്പരയിൽ ആകെ ഒരേ ഒരു ആളായിരുന്നു ആര്? ഈ കുട്ടി, ഉത്തരയുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ഭഗവാനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ ഒരു ചെറിയ വിരലിൻ്റെ തമ്പിൻ്റെ സൈസിലുള്ള എന്തായി മാറി? രൂപമായി മാറി. ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് തൻ്റെ സുദർശന ചക്രത്തിൻ്റെ പ്രഭ കൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിനെ കൗണ്ടർ ചെയ്ത് പരീക്ഷിത് മഹാരാജാവ്, അതായത് വിഷ്ണുരാതൻ, ആ കുട്ടിയുടെ പേര് വിഷ്ണുരാതൻ എന്ന് വരാൻ കാരണം അതാണ്. വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അദ്ദേഹം കണ്ടു. അദ്ദേഹം ഉള്ളിലിരുന്ന് ഭഗവാനെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പുറത്തു വന്നപ്പോൾ ആ കാഴ്ച നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അതായത് വളരെ നഷ്ടബോധമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. പുറത്തിറങ്ങി എല്ലാ ആൾക്കാരിലും കാണുന്ന എല്ലാത്തിലും അദ്ദേഹം തിരക്കാൻ തുടങ്ങി. ആരെ? ഇത് ഞാൻ കണ്ട വ്യക്തിയാണോ, ഞാൻ കണ്ട വ്യക്തിയാണോ എന്ന് തിരക്കാൻ തുടങ്ങി. എല്ലാത്തിനെയും പരീക്ഷിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ കണ്ട വ്യക്തിയാണോ, ഞാൻ കണ്ട വ്യക്തിയാണോ, അദ്ദേഹത്തിന് ഞാൻ എപ്പോഴാണ് കാണുക എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് പരീക്ഷിത്ത് എന്ന് പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നാരദ മഹർഷിയും പ്രഭുപാദ് പറയുകയാണ്, For the whole duration of our life, we go on seeing different forms in the material world. ഭൗതിക ലോകത്തിൽ നമ്മൾ കണ്ണു തുറക്കുന്നത് മുതൽ പലതരത്തിൽ, കണ്ണടയ്ക്കുന്നത് വരെ പലതരത്തിലുള്ള രൂപങ്ങളെ കാണുന്നു. But none of them is just apt to satisfy the mind. നമുക്ക് ഒന്നിലും സന്തോഷം അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവുകയില്ല. Nor can any one of them vanish all perturbance of the mind. ഇതിനകത്ത് 2 വാക്കുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് മനഃകാന്തം ശുചാ അപഹം,
അതായത് മനഃകാന്തം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപം എന്നാണ് ഭഗവാന്റെ രൂപത്തിനെ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ശുച അപഹം, അതായത് എല്ലാ തരത്തിലുമുള്ള അനർത്ഥങ്ങളെയും മാറ്റുന്ന രൂപം എന്നാണ്. അങ്ങനെ ഒരു രൂപത്തിനെ ഭൗതിക ലോകത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. പ്രഭുപാദ് പറയുകയാണ്, നോർ ക്യാൻ എനി വൺ ഓഫ് ദം വാനിഷ് ഓൾ പെർട്ടർബൻസ് ഓഫ് ദ മൈൻഡ്. രണ്ട് കാര്യം, ഒന്ന് സാറ്റിസ്ഫൈ ദ മൈൻഡ്, രണ്ട് വാനിഷ് ഓൾ പെർട്ടർബൻസ് ഓഫ് ദ മൈൻഡ്. ഇത് രണ്ടുമാണ് ഭഗവാന്റെ രൂപത്തിന്റെ പ്രത്യേകത എന്ന് ഈ ശ്ലോകത്തിൽ ആര് പറയുന്നത്? നാരദ മഹർഷി തന്റെ കുട്ടിക്കാലത്ത് കണ്ട രൂപം അത് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒന്ന് മനഃകാന്തം, രണ്ട് ശുച അപഹം. ഇങ്ങനെയുള്ള രൂപം ആർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ഭഗവാന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? പ്രഭുപാദ് നമ്മളോട് പറയുന്നത്. അപ്പോൾ that the Lord is formless or impersonal means that he has nothing like a material form. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ അരൂപി എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് രൂപമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അരൂപം എന്ന വാക്കിന്റെ അർത്ഥം ഭൗതികമായ രൂപം ഇല്ല എന്നതാണ്. ഭൗതികമായ രൂപം ഇല്ല എന്നതാണ് അർത്ഥം. നമ്മൾ കാണുന്ന ഈ മജ്ജയും മാംസവും നിറഞ്ഞ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ രൂപം എന്ന് പറയുന്നത് എന്താണ്? നശ്വരമാണ്. അങ്ങനെ ഒരു രൂപമാണ് ഭഗവാനെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് ഭഗവാൻ എന്ന് വിളിക്കണം? നമ്മൾ ജീവാത്മാവും ഈശ്വരനും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രൂപത്തെ സച്ചിത് ആനന്ദ വിഗ്രഹം എന്ന് പറയുന്നത്. ഈശ്വര പരമ കൃഷ്ണ സച്ചിത് ആനന്ദ വിഗ്രഹ എന്ന് പറയുന്നത്. അപ്പൊ പ്രഭുപാദ് നമ്മളോട് പറയുകയാണ്, അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള രൂപമില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അജംല പ്രഭുവിന്റെ സ്ക്രീനിന് എന്ത് പറ്റി? ഒന്നും കാണുന്നില്ല. എനിക്ക് മാത്രമാണോ കാണാൻ പറ്റാത്തത്? ആ ഓക്കെ പ്രഭു. അജംല പ്രഭുവിന്റെ സ്ക്രീൻ ഷെയർ വരുന്നില്ല എന്ന് തോന്നുന്നു. പ്രഭു ഒന്ന് നോക്കൂ. കുഴപ്പമില്ല, കറക്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ആ രൂപം, ഭഗവാന്റെ അരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അരൂപി എന്നാൽ എന്താണ് അർത്ഥം? ഭഗവാന്റെ രൂപത്തിന് ഭൗതികമായിട്ടുള്ള രൂപമല്ല എന്നാണ് അർത്ഥം. ഇനി നാരദ മുനിക്ക് എന്ത് സംഭവിച്ചു? അത് പെട്ടെന്ന് കാണാതെ ആയപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടായി. ഇനി എന്ത് ചെയ്യും നാരദ മുനി? നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 19ാമത്തെ ശ്ലോകം. ദിദൃക്ഷുസ്തദഹം ഭൂയ പ്രണിധായ മനോഹൃദി വീക്ഷമാണോപി ന പശ്യം അവിതൃപ്ത ഇവാതുര. ദിദൃക്ഷുസ്തദ് അഹം ഭൂയ പ്രണിധായ മനോഹൃദി വീക്ഷമാണോപി ന പശ്യം അവിതൃപ്ത ഇവാതുര. ദിദൃക്ഷുസ്തദ് അഹം ഭൂയ പ്രണിധായ മനോഹൃദി വീക്ഷമാണോപി ന പശ്യം അവിതൃപ്ത ഇവാതുര. എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് നഷ്ടബോധം ഉണ്ടായില്ലേ? എന്തെങ്കിലും ഒരു മൂല്യമുള്ള സാധനം എന്തായി കാണാൻ പറ്റുന്നില്ല എന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന് ഇല്ല പ്രഭു, അത് സ്ക്രീൻ ഷെയർ ആയിട്ടില്ല. ഇപ്പോഴും ബ്ലാക്ക് ആയിട്ട് തന്നെ കാണുന്നു, അതിനകത്ത് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഐ ഡിസൈർഡ് ടു സീ ദാറ്റ് ട്രാൻസെൻഡന്റൽ ഫോം ഓഫ് ദ ലോർഡ് അഗെയിൻ. ദിദൃക്ഷു, കാണണം എന്ന് ആഗ്രഹിച്ചു. എന്ത് കാണണം എന്ന് ആഗ്രഹിച്ചു? തദ് അഹം ഭൂയ, അതായത് വീണ്ടും. ഭൂയ ഭൂയ മഹാബാഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും എന്നാണ്. ഭൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചു. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ കാഴ്ച. അതുകൊണ്ട് വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചു. പ്രണിധായ മനോഹൃതി, വീണ്ടും ശ്രമിച്ചു. എന്ത് ശ്രമിച്ചു? അദ്ദേഹം നേരത്തെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ധ്യാനം എങ്ങനെയാണോ ആ മഹർഷിമാർ ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തത്, അതിനനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ധ്യാനം പരിശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ രൂപം നഷ്ടപ്പെട്ട് വീണ്ടും നാരദമുനി എന്ത് ചെയ്തു? ആ പ്രോസസ്സിലേക്ക് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? ഭഗവാന്റെ രൂപത്തിനെ കാണാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു. മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ നിയന്ത്രിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കര തൃഷ്ണയോടുകൂടി ഭഗവാനെ എന്ത് ചെയ്യാൻ പോകുന്നു? അദ്ദേഹം കാണാൻ വേണ്ടി വീണ്ടും ആഗ്രഹിക്കുകയായിരുന്നു. വീക്ഷമാണോ പിന്നാ പശ്യൻ, എന്താണ്?
അത്രയധികം കാത്തിരുന്നിട്ടും, വീക്ഷമാണോ കാണാൻ വേണ്ടി കാത്തിരുന്നിട്ടും നാ പശ്യൻ, വീണ്ടും കാണാൻ സാധിച്ചില്ല. അവിതൃപ്ത, അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം അതൃപ്തിയുണ്ടായി. ഇവ ആതുര, അത് മാത്രമല്ല വളരെയധികം സങ്കടവും ഉണ്ടായി. ഇതെല്ലാം വളരെയധികം നല്ല വാക്കുകളാണ്. എന്താണ്? വീക്ഷമാണോ അപ്പി നാ പശ്യൻ അവിതൃപ്ത ഇവ ആതുര എന്ന് പറയുന്നു. സോ എന്താണ് പറയുന്നത്? ഐ ഡിസൈഡ് ടു സീ അഗെയിൻ ദ ട്രാൻസെൻഡന്റൽ ഫോം ഓഫ് ദ ലോർഡ്. വീണ്ടും ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു. ബട്ട് ഡെസ്പൈറ്റ് മൈ അറ്റംപ്റ്റ്സ് ടു കോൺസെൻട്രേറ്റ് അപ്പോൺ ദ ഹാർട്ട് വിത്ത് ഈഗർനെസ് ടു വ്യൂ ദ ഫോം അഗെയിൻ. വീണ്ടും ഞാൻ മനസ്സിൽ ആ ഹൃദയത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എങ്ങനെയാണോ നേരത്തെ ശ്രമിച്ചിരുന്നത് അതേപോലെ വീണ്ടും ശ്രമിച്ചു നോക്കി. ഐ കുഡ് നോട്ട് സീ ഹിം എനി മോർ. എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. ആൻഡ് ദസ് ഡിസ്സാറ്റിസ്ഫൈഡ്, എനിക്ക് വളരെയധികം സങ്കടമായി. ഐ വാസ് വെരി മച്ച് അഗ്രീവ്ഡ്, ഞാൻ വളരെയധികം ദുഃഖിതനായി. എന്താണ് ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണ് നാരദ മഹർഷിക്ക് ഭഗവാനെ കാണാൻ പറ്റിയത്? എന്തുകൊണ്ടാണ് പറ്റിയത്? ഇപ്പൊ കാണുന്നുണ്ട് പ്രഭു. എന്തുകൊണ്ടാണ് കാണാൻ പറ്റിയത്? അത് ഭഗവാനാണ് നാരദ മഹർഷിക്ക് ദർശനീയനായത്. നാരദ മഹർഷി ആ കുട്ടിയുടെ യാന്ത്രിക പ്രക്രിയ കൊണ്ട് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് കൊണ്ട് അല്ല ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാൻ സ്വേച്ഛാപ്രകാരം ആർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്? ആ കുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഉദാഹരണത്തിന് പ്രഭുപാദ് ഇവിടെ പറയുന്നത് നോക്കൂ. സൂര്യദേവൻ അദ്ദേഹത്തിന് സമ്മതമുള്ളപ്പോൾ മാത്രം സ്വേച്ഛയാൽ ഉദിക്കുന്നു. പാതിരാത്രി എഴുന്നേറ്റിരുന്നിട്ട് എനിക്ക് ഇപ്പൊ സൂര്യനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. രാവിലെ 5:30-6 മണിയാകുമ്പോൾ സൂര്യന്റെ കിരണങ്ങൾ വരുമ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. ആരുടെ ഇഷ്ടമാണ്? സൂര്യന്റെ ഇഷ്ടമാണ്. അതുപോലെ ഭഗവാനെ വന്നിട്ട് ദർശനീയനാക്കാൻ വേണ്ടി ആർക്കും സാധിക്കുകയില്ല. ഭഗവാൻ സ്വേച്ഛപ്രകാരമാണ് നമുക്ക് ദർശനീയനാകുന്നത്. കാരണം ഭഗവാന്റെ ഒരേ ഒരു കാരണം മാത്രം, അഹൈതുക കാരുണ്യം, കോസ്റ്റ്ലെസ് മേഴ്സി. എങ്ങനെയാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കുക? കോസ്റ്റ്ലെസ് മേഴ്സി. അത് ഭഗവാൻ തന്നെ കാരുണ്യപൂർവ്വം നമുക്ക് ദർശനീയനാകണം. ആര് പറയുന്നു? പ്രഹ്ലാദ മഹാരാജാവ് ഹിരണ്യകശിപുവിനോട് പറയുന്നു, മന്യേ ധനാഭിജന രൂപ തപശ്രുതൗജ തേജ പ്രഭാവ ബല പൗരുഷ ഭക്തി ബുദ്ധിയോഗാത് നാരാധനായ ഹി ഭവന്തി ഹി പരസ്യ പുംസാം ഭക്ത്യാ തുതോഷ ഭഗവൻ ഗജയൂഥപായ. മന്യേ, എൻ്റെ അഭിപ്രായത്തിൽ, ധന, അഭിജന, രൂപ, തപ, ശ്രുത, ഓജ, തേജ, പ്രഭാവ, ബല, പൗരുഷ, ബുദ്ധി, ഈ 11 സാധനങ്ങൾ പറഞ്ഞു. ആര്? പ്രഹ്ലാദ മഹാരാജാവ് പറയുകയാണ്. ഈ 11 സാധനം കൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇല്ല. നാ ആരാധനായി ഹി ഭവന്തി ഹി പരസ്യ പുംസാം. ഒരേ ഒരു കാര്യം മാത്രം, ഭക്തിയാ തുതോഷ ഭഗവാൻ. എന്തുകൊണ്ട്? ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണം എന്ന് നിരീശ്വരവാദികൾ ആഗ്രഹിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമോ? നമ്മളോട് ചലഞ്ച് ചെയ്യാം അവർക്ക്. എന്താണ്? ഞാൻ കാണുന്നില്ലല്ലോ ഭഗവാനെ, നിങ്ങൾ കാണിച്ചു തരൂ. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കും? ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മളെ ഒരാൾ വിരുന്ന് വിളിക്കാൻ വേണ്ടി വരികയാണ്. അവരുടെ വീട്ടിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മളെ എന്ത് ചെയ്യണം? വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ആ വ്യക്തിയും ഞാനും തമ്മിൽ ഭയങ്കര ശത്രുതയാണെന്ന് വിചാരിച്ചോളൂ. ഭൗതികമായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണ്. ശത്രുതയാണെന്ന് വിചാരിക്കൂ. കാരണം ആ വ്യക്തിയെ കാണാനോ സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. അയാൾ വന്നിട്ട് അയാളുടെ അഹങ്കാരം കൊണ്ട് വലിയൊരു വീടൊക്കെ വെച്ച് അത് എല്ലാവരെയും കാണിക്കണം എന്നുള്ള അഹങ്കാരം കൊണ്ട് എന്ത് ചെയ്യുകയാണ്? നമ്മളെയും വിളിക്കുകയാണ്. പക്ഷേ ഞാൻ പോകുമോ? ഇല്ല. കാരണം എനിക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുകയില്ല. അയാളോട് വഴക്കുണ്ടാക്കാൻ തൽക്കാലം വന്നിട്ട് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല അയാളുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. പോകാനും പോകാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ ഭഗവാനും അതേപോലെ വ്യക്തിയാണ്. ഭഗവാൻ എല്ലാവരോടും എങ്ങനെയാണ്? സമഭാവനയോടുകൂടിയാണ് പെരുമാറുന്നത്. പക്ഷേ എന്താണ് ഭഗവാൻ പറയുന്നത്? യേ യഥാ മാം പ്രപദ്യന്തെ താം തദൈവ ഭജാമി അഹം.
എങ്ങനെയാണോ നിങ്ങൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷനാകും. എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ടാണ് ആ വ്യക്തി ഭഗവാനെ വിളിക്കുന്നത് നാസ്തികൻ? നാസ്തികൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവൻ ഭഗവാനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനോട് സ്നേഹം കൊണ്ടാണോ? ഇല്ല. ചലഞ്ച് ചെയ്ത് ഭഗവാനെ കുറിച്ച് ചീത്ത വിളിച്ച് ഭഗവാനെ കുറിച്ച് നിന്ദ്യമായ രീതിയിൽ സംസാരിച്ച് ഭഗവാനെ കുറിച്ച് എന്ത് ചെയ്യുകയാണ്? വിഷമിപ്പിക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരെയും കൂടി ഭക്തന്മാരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനാണ്. ഭഗവാൻ എന്താവശ്യമാണ് അവിടെ പോകേണ്ടത്? വിതുരരുടെ ഗൃഹത്തില് ഭഗവാൻ പോയി. എന്തിന്? ഭക്തി കൊണ്ട്. ഭക്തി റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ പോയി. ദുര്യോധനൻ തൻ്റെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ വിളിച്ചു. സ്വന്തം ഗൃഹത്തിലേക്ക് പോലും വിളിച്ചില്ല. ദുശാസനന്റെ ഗൃഹത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ദുശാസനന്റെ ഗൃഹത്തിൽ, ദുര്യോധനന്റെ സ്വന്തം ഗൃഹത്തിൽ പോലും അല്ല വിളിച്ചത്, ദുശാസനന്റെ ഗൃഹത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ്. അത്രയധികം അഹങ്കാരിയായിട്ട് വിളിച്ചപ്പോൾ പോയോ ഭഗവാൻ? ഇല്ല, പോയില്ല. എവിടെ പോയി? വിതുരർ പറഞ്ഞു എൻ്റെ ഭവനം ചെറിയതാണ്. എങ്കിലും ഭഗവാൻ പോയി. എന്തിന്? അവിടെ വിതുരരും പത്നിയും ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് തൽപരരായിരുന്നു. നമ്മൾക്കും ഭഗവാനെ കാണണം എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ വിളിക്കും? ഭഗവാനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് നമ്മൾ സന്നദ്ധരായിരിക്കണം. വിളിച്ചാൽ ഭഗവാൻ വരും. കാരണം ഒരു ജീവാത്മാവ്, നമ്മൾ നേരത്തെ 2 ശ്ലോകം മുമ്പേ കണ്ടു, നാരദ മഹർഷി അത്രത്തോളം ധ്യാനിച്ചു, അദ്ദേഹത്തോളം ആഗ്രഹിച്ചു ഭഗവാനെ കാണണം. അതുകൊണ്ട് ഭഗവാൻ സ്വന്തം കരുണയാൽ പ്രത്യക്ഷനായി എന്നാണ്. അപ്പോൾ നാരദമുനി വീണ്ടും അതേ പ്രോസസ്സ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റാതിരുന്നത്? നമ്മളോട് പറയുകയാണ്, സ്വന്തം പ്രയത്നം കൊണ്ടല്ല ഭഗവാനെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാനെ കാണുന്നത്? ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. ഭഗവാൻ വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര തവണ ശ്രമിച്ചാലും എന്ത് സംഭവിക്കുകയില്ല, ഭഗവാനെ കാണാൻ കിട്ടുകയുമില്ല. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? നാരദമുനി thought that the Lord could be seen again by the same mechanical process. ഞാൻ ചെയ്ത അതേ പ്രോസസ്സ് കൊണ്ട് വീണ്ടും ഭഗവാനെ കാണാൻ സാധിക്കുമായിരിക്കും എന്ന് ആര് ചിന്തിച്ചു? നാരദ മഹർഷി ചിന്തിച്ചു. പക്ഷേ ദ സെക്കൻഡ് അറ്റംപ്റ്റ് അൺസക്സസ്ഫുൾ. അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം ദ ലോർഡ് ഇസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ഓൾ ഒബ്ലിഗേഷൻസ്. ഭഗവാൻ സർവസ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് ദർശനീയനാകണം എന്ന് വിചാരിച്ചാൽ ആകും. ഇല്ല, വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷേ ഒരു പ്രത്യേകത ഭഗവാനുണ്ട്. ഭക്തന്മാർക്ക് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗോപിമാര് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കും. അദ്ദേഹം ഗോപിമാര് വൃന്ദാവനത്തിൽ ഗോപിമാര് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കും. ബ്രഹ്മദേവനെ കുറ്റം പറയും. എന്ത് തരത്തിലുള്ള ക്രിയേറ്ററാണ് നീ, എന്ത് തരത്തിലുള്ള സൃഷ്ടാവാണ് നീ. കണ്ണുകൾ സൃഷ്ടിച്ചു, പക്ഷെ അത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് കൺപോളയും സൃഷ്ടിച്ചു. ഈ കൺപോള അടയും തുറക്കുകയും ചെയ്യുന്നുള്ള ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഭഗവാന്റെ രൂപം കാണാൻ പറ്റുന്നില്ല. എന്ത് തരത്തിലുള്ള ക്രിയേറ്ററാണ്, എന്ത് തരത്തിലുള്ള സൃഷ്ടാവാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അതും 2 കണ്ണ് മാത്രമാണ് തന്നിരിക്കുന്നത്. കൃഷ്ണന്റെ രൂപം ദർശിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അനേകായിരം കണ്ണുകൾ വേണം. അതൊന്നും തരാതെ 2 കണ്ണ്, അതും പോളയുള്ള കണ്ണ് തന്നേക്കണ നിങ്ങൾ എന്ത് തരത്തിലുള്ള സൃഷ്ടാവാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മദേവനെ വരെ അവർ കുറ്റം പറയും. കൃഷ്ണൻ അവർക്ക് ദർശനീയനാകും അവരാഗ്രഹിക്കുമ്പോൾ. കാരണം ഭക്തൻ വന്നിട്ട് ഭഗവാനെ നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് പക്ഷേ നമ്മുടെ സ്റ്റേജിൽ പറ്റൂല. നമ്മുടെ സ്റ്റേജിൽ നമ്മൾ ഭഗവാനെ കണ്ടു എന്ന് പറയുന്നത് വെറും ഇമാജിനേഷനാണ്. കാരണം ആരാണ് നമ്മൾ? കണ്ടീഷൻഡ് സോൾ, അതായത് ഭൗതിക ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ജീവാത്മാവ്. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ഈ 9 സ്റ്റേജും കഴിഞ്ഞ് ടോപ്പ് മോസ്റ്റ് സ്റ്റേജ് പ്രേമം എന്ന് പറയുന്ന ആ സ്റ്റേജിലാണ് ഭക്തന്മാർക്ക് ഭഗവാനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഭക്തന്മാർക്ക് ഭഗവാനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഭഗവാൻ സ്വയം അവർക്ക് വിൽപ്പനയ്ക്ക് കൊടുത്തേക്കുവാണ് തന്നെ. കാരണം സ്നേഹം കൊണ്ട് അവർ ഭഗവാനെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. നാരദ മഹർഷിയുടെ ഈ ഒരു അവസ്ഥ, അതായത് ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് പ്രേമ സ്റ്റേജ് അല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയത്നം എന്ന് പറയുന്നത് എന്താണ്? ആ പ്രയത്നം ഭഗവാനെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ
ഈ ഒരു സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹം എന്ന് പറയുന്ന പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലായിരുന്നില്ല. അതൊരു ആ ഒരു എന്താണ് കാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ ടോക്കണായിട്ട് കൊടുത്തതാണ്. എന്തിനാണ് കൊടുത്തതെന്ന് പറയും ഭഗവാൻ. എന്തുകൊണ്ടാണ് പിന്നെ എന്നെ നേരത്തെ കാണാൻ വേണ്ടി അനുഗ്രഹിച്ചത്? അതായത് നേരത്തെ ഞാൻ ഭഗവാൻ ദൃശ്യനായത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ എന്തുകൊണ്ട് ആകുന്നില്ല എന്നൊക്കെ നമുക്ക് സംശയം വരും. അപ്പൊ പിന്നെ എന്തിനാണ് ഭഗവാൻ നേരത്തെ നാരദ മഹർഷിയെ കാണാൻ വേണ്ടി സമ്മതിച്ചത്, അല്ലെങ്കിൽ നാരദ മഹർഷിക്ക് ദർശനം കൊടുത്തത്? ഇപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു? അതേ പ്രോസസ്സ് തന്നെയല്ലേ നാരദ മഹർഷി ചെയ്തത്. അതാണ് പറയുന്നത്, അത് ഭഗവാന്റെ കരുണയാണ്. ഭഗവാന്റെ കരുണ. എന്തിനു കരുണ കാണിച്ചു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയും. ഏവം യതന്തം വിജനേ. എന്താണ്? 20ാമത്തെ ശ്ലോകമാണ് നമ്മൾ കാണുന്നത്. ഏവം യതന്തം വിജനേ മാം അഹാഗോചരോ ഗിരാം മാമാഹാഗോചരോ ഗിരാം ഗംഭീര ശ്ലാക്ഷ്ണ്യയാ വാചാ ശുച പ്രസമയന്നിവ. കാഴ്ച കൊടുത്തില്ല, അല്ലെങ്കിൽ ദർശനം കൊടുത്തില്ല എന്നത് ശരി തന്നെ. പക്ഷേ വേറൊരു തരത്തിൽ ഭഗവാൻ നാരദ മഹർഷി, അതായത് ആ കുട്ടിക്ക് മേഴ്സി കൊടുത്തു, അല്ലെങ്കിൽ കാരുണ്യം കൊടുത്തു. എങ്ങനെയാണ്? ഏവം യദന്തം വിജനേ മാമാഹാഗോചരോ ഗിരാം ഗംഭീര ശ്ലാക്ഷ്ണയാ വാചാ ശുച പ്രസമയന്നിവ. ഏവം യതന്തം വിജനേ മാമാഹാഗോചരോ ഗിരാം ഗംഭീര ശ്ലാക്ഷ്ണയാ വാചാ ശുച പ്രസമയൻ ഇവ. എന്ത് സംഭവിച്ചു? കാണാൻ സാധിച്ചില്ല, ശരി തന്നെ. അദ്ദേഹം വീണ്ടും ട്രൈ ചെയ്ത് നോക്കി, മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി, ഹൃദയത്തിൽ ഭഗവാനെ കാണാൻ ശ്രമിച്ചു നോക്കി, സെയിം പ്രോസസ്സ് ചെയ്ത് നോക്കി. പക്ഷെ സാധിച്ചില്ല. കാരണം അദ്ദേഹം ഭഗവാനെ കണ്ടത് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടായിരുന്നില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്. ഇനി ഏവം യതന്തം വിജനേ. ആ വിജനമായ സ്ഥലത്ത്, എവിടെയാണ് ഇപ്പോ? കാട്ടിലാണല്ലേ. വിജനമായ സ്ഥലത്ത് യതന്തം, യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? നാരദ മഹർഷി, ആ കുട്ടി യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമാഹ ഗോചരോ ഗിരാം. എന്താണ്? മാം, എനിക്ക്. ആഹാ, അദ്ദേഹം സംസാരിച്ചു. അഗോചര, അതായത് ആ സംസാരം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന ഭൗതിക ലോകത്തിലെ ശബ്ദവീചി ആയിരുന്നില്ല. ആ അഗോചര, അതായത് ബിയോണ്ട് ദ റേഞ്ച് ഓഫ് ഫിസിക്കൽ സൗണ്ട്. ഭഗവാനെ ശബ്ദം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, വിളിച്ചു വരുത്താൻ പറ്റുകയില്ല. അതിനും അപ്പുറത്താണ് അദ്ദേഹം. എന്നിട്ട് ഗിരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? ഗംഭീര, വളരെ ഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ. ശ്ലാക്ഷ്ണയ, പക്ഷേ മാധുര്യമൂറുന്ന ശബ്ദത്തിൽ. വാച, വാക്കുകൾ. എന്താണ്? ശുചഃ പ്രസമയൻ ഇവ. എൻ്റെ ദുഃഖം എന്തായിരുന്നു? ദുഃഖം നാരദ മഹർഷിക്ക് ഒരുപാട് നേരം ഞാൻ ശ്രമിച്ചു വീണ്ടും കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. ഇതായിരുന്നു നാരദ മഹർഷിയുടെ ദുഃഖം. അതിനെ കളയാൻ, ആ ദുഃഖത്തിനെ കളയാൻ വേണ്ടി അദ്ദേഹം വേറൊരു തരത്തിൽ എന്തായി? പ്രസന്റായി. എങ്ങനെ പ്രസന്റായി? വാക്കുകളുടെ രൂപത്തിൽ പ്രസന്റായി. അപ്പൊ എന്താണ് പറഞ്ഞത്? സീയിങ് മൈ അറ്റംപ്റ്റ്സ് ഇൻ ദാറ്റ് ലോൺലി പ്ലേസ്. ആ വിജനമായ സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്രയധികം ശ്രമിക്കുന്നു എന്ന് കണ്ടതും, ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, പരമദിവ്യോത്തമ പുരുഷൻ, ഹു ഈസ് ട്രാൻസെൻഡന്റൽ ടു ഓൾ മുണ്ടൈൻ ഡിസ്ക്രിപ്ഷൻ, ഭൗതികമായ എല്ലാ വിവരണങ്ങൾക്കും അതീതനായവൻ, സ്പോക്ക് ടു മീ, എന്നോട് സംസാരിച്ചു, വിത്ത് ഗ്രാവിറ്റി ആൻഡ് പ്ലീസിംഗ് വേർഡ്സ്, ഗംഭീരമായ പക്ഷെ മാധുര്യമൂറുന്ന ശബ്ദത്തിൽ എൻ്റെ ദുഃഖത്തെ കളയാൻ വേണ്ടിയിട്ട്. നോക്കൂ ഭഗവാൻ എത്രത്തോളം കാരുണ്യമുള്ളവനാണെന്ന് നോക്കൂ, അല്ലേ? അതായത് വേദഗുഹ്യൻ എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. വേദങ്ങൾ കൊണ്ടും അറിയാൻ പറ്റാത്തവൻ, അല്ലെങ്കിൽ വേദങ്ങൾക്കകത്ത് രഹസ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നു. നാരദ മഹർഷി ആ കുട്ടി അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിലും, അദ്ദേഹത്തിന്റെ ദർശനം എടുക്കണമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ആരാണോ ആ കാരുണ്യത്തിന് അർഹനായി തീരുന്നത് അവർക്ക് ഭഗവാൻ ദൃശ്യനാകും. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ വിചാരിക്കും, പിന്നെ ഞാൻ എങ്ങനെ കാണും?
ഭഗവാനെ ഞാൻ എങ്ങനെ ദർശിക്കും, ഭഗവാനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ എങ്ങനെ കേൾക്കും എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? അതിന് ഉത്തരം നമുക്ക് പറയാം. ഇറ്റ് ഈസ് നോട്ട് ഹവെവർ possible for others to perceive directly the touch of the Lord during the probationary stage of regulative devotional service. പ്രഭുപാദിൻ്റെ ഓരോ വാക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, പ്രഭുപാദ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട്, അത് സാധിക്കില്ല. ഹവെവർ പോസിബിൾ ഫോർ അതേഴ്സ്, അതായത് ഈ പ്രത്യേക തരത്തിലുള്ള കാരുണ്യം കിട്ടിയ ഭക്തന്മാർക്ക് മാത്രമേ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഹവെവർ പോസിബിൾ ഫോർ അതേഴ്സ് ടു പെർസീവ് ഡയറക്ട്ലി ദ ടച്ച് ഓഫ് ദ ലോർഡ് ഡ്യൂറിങ് ദ പ്രൊബേഷണറി പീരീഡ് ഓഫ് റെഗുലേറ്റീവ് ഡിവോഷണൽ സർവീസ്. എന്താണ് പറയുന്നത്? റെഗുലേറ്റീവ് ഡിവോഷണൽ സർവീസ്, യമനിയമങ്ങൾ അനുസരിച്ചുള്ള ഭക്തി. അതെന്താണ്? സാധന ഭക്തി, അതായത് നമ്മൾ ചെയ്യുന്ന ഭക്തി. നമ്മളെല്ലാം സാധകരാണ്, സാധന ഭക്തി ചെയ്യുന്ന ആൾക്കാരാണ്. എന്താണ് സാധന ഭക്തിയുടെ പ്രത്യേകത? നമ്മൾ ചെയ്യുന്നത് വൈദീ ഭക്തി. എന്താണ് വൈദീ ഭക്തി എന്ന് പറഞ്ഞാൽ? നമുക്ക് ഭഗവാനോട് സ്പോണ്ടേനിയസ്ലി അട്രാക്ഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാമം ജപിക്കണോ എന്ന് വിചാരിച്ചിട്ടാണ് ജപിക്കുന്നത്. ആരെങ്കിലും നമ്മൾക്ക് പറയാതെ അല്ലെങ്കിൽ നമ്മളെ നിർബന്ധിക്കാതെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ സേവനം ചെയ്യുമോ? ഇല്ല. ഇതൊന്നും നമുക്ക് സ്പോണ്ടേനിയസ്ലി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. നമ്മൾ നിർബന്ധം കൊണ്ട് മറ്റുള്ളവർ ഉന്തിത്തള്ളി ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം അത് വൈദീ ഭക്തിയാണ്. എന്താണ് വൈദീ ഭക്തി? വിധിക്കനുസരിച്ചുള്ള ഭക്തി, നിർബന്ധപൂർവം ചെയ്യിപ്പിക്കുന്ന ഭക്തി. നിർബന്ധം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളോട് ആരെങ്കിലും 10 ദിവസം നമ്മൾ ആരെയും കണ്ടില്ല, ആരും നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നില്ല. ഇത് ചെയ്യൂ, അത് ചെയ്യൂ, ജപിക്കൂ, പുസ്തകം വായിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശല്യപ്പെടുത്താൻ ആരും വന്നില്ല. നോക്കൂ, നമ്മളിൽ എത്ര പേര് നമ്മൾ ആ പുസ്തകങ്ങൾ വായിക്കാൻ അതേ തരത്തിലുള്ള അല്ലെങ്കിൽ ചാൻഡ് ചെയ്യാൻ അതേ തരത്തിലുള്ള എൻതൂസിയാസം, ഉത്സാഹം മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഓരോരുത്തരും ശ്രമിച്ചു നോക്കൂ. നമ്മൾക്കറിയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ആരും ഈ ഭക്തി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. ഇതൊരു നിർദ്ദേശം മൂലം നമ്മൾ ഗുരുവിനോട് നമ്മൾ പ്രതിജ്ഞ എടുത്തു പോയി 16 മാല ജപിക്കാമെന്ന്. അത് പേടിയാണ് നമുക്ക്. അത് തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഭയമോ അല്ലെങ്കിൽ കുറ്റബോധമോ അങ്ങനെയൊക്കെ കൊണ്ട് ചെയ്യുന്ന ഭക്തിയാണ്. അതിനെന്ത് പറയും? വൈദീ ഭക്തി. വൈദീ ഭക്തി കൊണ്ട് ഭഗവാനെ കിട്ടൂല എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അതിന് എന്ത് വേണം? അതിന് പ്രേമഭക്തി തന്നെ വേണം. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഒരു ഹോപ്പ്, ആശയവും ഇല്ലേ? നമ്മളെന്തിനാ പിന്നെ വെറുതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ? നമുക്ക് എന്താ ഒരു ആശയം ഇല്ലാത്ത പോലെ നമ്മളിങ്ങനെ ഈ വൈദീ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുവോ? ഇല്ല. എന്താണ്? വൈദീ ഭക്തിയിൽ നിന്നും മുതിർന്നാലേ എന്ത് ചെയ്യുകയുള്ളൂ? നമുക്ക് രാഗാനുഗ ഭക്തി, രാഗ ആത്മിക ഭക്തി, ആ സ്റ്റേജിലേക്കൊക്കെ പോകാൻ പറ്റുകയുള്ളൂ. വൈദീ ഭക്തിയിൽ നിന്നും മേലെ പോകുമ്പോൾ ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് സ്പോണ്ടേനിയസ്ലി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഭഗവാനിൽ അട്രാക്റ്റഡ് ആയി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എല്ലാ ഭക്തന്റെയും ജീവിതത്തിൽ അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആ അനർത്ഥ നിവൃത്തി കഴിഞ്ഞുള്ള സ്റ്റേജാണ് ഈ സ്പോണ്ടേനിയസ് ഡിവോഷണൽ സർവീസിലേക്ക് തുറക്കുന്നത്. രാഗ അനുക, രാഗ ആത്മിക, ഇങ്ങനെയുള്ള പല ഭക്തികളും ആ സ്റ്റേജിലാണുള്ളത്. എത്തും അവിടെ നമ്മൾ എന്നെങ്കിലും. നമ്മളുടെ സിൻസിയറിറ്റി, എന്താണ് സിൻസിയറിറ്റി? ആത്മാർത്ഥത അനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, നമ്മളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കെന്ന് പറയുന്നത് എത്ര കട്ടിയുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ഭക്തിയെ പോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എത്ര കട്ടിയുണ്ടോ അത്രയും കഷ്ടപ്പെട്ട് നമ്മളത് ക്ലീൻ ചെയ്യേണ്ടി വരും. നമ്മൾ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. എങ്ങനെ? ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കണം. നമുക്ക് തോന്നുന്ന പോലെ പ്രവർത്തിച്ചാൽ പോരാ. ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടും വൈഷ്ണവരുടെ അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ടും ഭക്തി നമ്മൾക്കുണ്ടായി വരും. ഇത് നമുക്ക് നാളെ ഉണ്ടാകാം, 10 ദിവസം കഴിഞ്ഞുണ്ടാകാം, 10 വർഷം കഴിഞ്ഞുണ്ടാകാം, 10 ജന്മങ്ങൾ കഴിഞ്ഞുണ്ടാകാം. എപ്പോൾ ആർക്ക് ഭഗവാൻ വന്നിട്ട് സ്വന്തം കാരുണ്യം
വെളിവാക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. നമ്മൾ ആരൊക്കെയാണ്? പ്രൊബേഷണറി സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരാണ്. നോക്കും പ്രഭുപാദ് എന്ത് നല്ല വാക്കാണ് ഉപയോഗിച്ചിരിക്കും. പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജോലിക്ക് കയറി, പക്ഷേ ഒരു വർഷക്കാലം എന്താണ് അതിൻ്റെ ഫുൾ ബെനിഫിറ്റും നമുക്ക് കിട്ടൂല അല്ലേ? അത് കഴിഞ്ഞാലല്ലേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ആ പീരീഡിനെയാണ് എന്ത് പറയുന്നത്? പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് ജോലിക്ക് കയറി നമ്മൾ, ആ ജോലി എന്താണ്? പ്രൊബേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡ് കഴിഞ്ഞാലേ ഫുള്ളായിട്ടുള്ള ഇൻഷുറൻസും PF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഭക്തി ഇതുപോലെ തന്നെയാണ്. നമ്മൾ കയറിയ ഉടനെ നമുക്ക് നാളെ തന്നെ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശനീയനാകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് കഴിയട്ടെ എന്ന് ഭഗവാൻ പറയും. നിനക്ക് ഫുള്ളായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തു തരാം, പക്ഷെ നിന്റെ പ്രൊബേഷൻ പീരീഡ് കഴിയട്ടെ എന്ന് ഭഗവാൻ പറയും. എന്താണ് ആ പ്രൊബേഷൻ പീരീഡ്? അനർത്ഥ നിവൃത്തി കഴിയണം. എന്നാലേ നമുക്ക് നിഷ്ഠ ഉണ്ടാവുകയുള്ളൂ. ആ ജോലി കളഞ്ഞിട്ട് പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? പ്രൊബേഷൻ പീരീഡിൽ അയാൾക്ക് ആ ജോലി കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകില്ല എന്ന് എന്താ ഉറപ്പ്? നമ്മൾ ഭക്തി കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? നമ്മളുടെ ആത്മാർത്ഥത ഭഗവാൻ അറിയണ്ടേ? അതുകൊണ്ടാണ് ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ഭക്തിയിൽ മുന്നോട്ട് നയിക്കുന്നത്. ഉത്സാഹ നിശ്ചയാത് ധൈര്യാത് തത്തത് കർമ്മ പ്രവർത്തനാത് എന്നൊക്കെ പറയും. ഇതാണ് ഉത്സാഹം, നിശ്ചയം, സ്ഥൈര്യം. സ്വന്തം, അതായത് ഈ ഒരു ഡിവോഷണൽ സർവീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് രൂപ ഗോസ്വാമി പറയുന്നുണ്ട്. ഇവിടെയും പ്രഭുപാദ് പറയുകയാണ്, എ ഡിവോട്ടി in love with God feels always the pangs of separation and is therefore always enwrapped in transcendental ecstasy. പക്ഷെ നമുക്ക് കലികാലത്ത് വളരെ എളുപ്പമാണ് ആരെ കിട്ടാൻ? ഭഗവാനെ കിട്ടാൻ. എന്താണ്? കലേർദോഷനിധേ രാജൻ അസ്തിക്ക് ഏകോ മഹാൻ ഗുണാൻ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം വ്രജേത്. നാരദ മഹർഷി കുട്ടിക്കാലത്ത് ചെയ്തതുപോലെ ഒരുപാട് ധ്യാനവും വനത്തിൽ പോയിട്ട് ഒരുപാട് അഭ്യാസ പ്രകടനങ്ങളും ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഇരുന്ന് ഗൃഹേ ഠാക്കൂർ വനേ ഠാക്കൂർ സദാ ഹരി ബോലെ ഠാക്കൂർ. എന്താണ്? നിങ്ങൾ ഗൃഹത്തിലിരുന്നാലും വനത്തിലിരുന്നാലും സദാ ഹരി ബോലെ ഠാക്കൂർ. എന്തു ചെയ്യണം? ഭഗവാന്റെ നാമം ജപിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോഴുള്ള നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറയുന്നത്. വേറൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളുടെ നാക്കുകൊണ്ട് ഭഗവാനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക, ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുക, സ്മരണം മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ നമ്മളുടെ ആത്മാർത്ഥത അനുസരിച്ച് ഭഗവാൻ നമുക്ക് ഏ യഥാമാം പ്രപത്യന്തേ താം തദൈവ ഭജാമി അഹം. ഭഗവാൻ നമുക്ക് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ഭഗവാന്റെ വാക്കുകൾ കേട്ടു. എന്താ പറഞ്ഞത് ഭഗവാൻ? 21st ശ്ലോക. ഹന്താസ്മിൻ ജന്മനി ഭവാൻ നാമാം ദ്രഷ്ടുമിഹാർഹതി അവിപക്വ കഷായാനാം ദുർദർശോ അഹം കുയോഗിനാം. എന്താ കാണാൻ പറ്റാത്തത് നാരദ മഹർഷിക്ക് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഹന്താസ്മിൻ ജന്മനി ഭവാൻ നാമാം ദ്രഷ്ടുമിഹാർഹതി അവിപക്വ കഷായാനാം ദുർദർശോ അഹം കുയോഗിനാം. ഹന്താസ്മിൻ ജന്മനി ഭവാൻ നാമാം ദ്രഷ്ടുമിഹാർഹതി അവിപക്വ കഷായാനാം ദുർദർശോ അഹം കുയോഗിനാം. വളരെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ടാണ് നാരദ മഹർഷി ആ കുട്ടിക്ക് വീണ്ടും ഭഗവാനെ കാണാൻ പറ്റാതിരുന്നത്? ഹന്ത, അല്ലയോ നാരദ, അതായത് ആ കുട്ടിയോട് പറയുകയാണ്, അല്ലയോ കുട്ടി, അസ്മിൻ ജന്മനി, ഈ ജന്മത്തിൽ, അസ്മിൻ ജന്മനി, ഈ ജന്മത്തിൽ, ഭവാൻ, നിനക്ക്, നാമാം ദ്രഷ്ടും, ഇനി എന്നെ കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? ഇഹ അർഹതി, നിനക്ക് അതിനുള്ള അർഹതയില്ല. അവിപക്വ, എന്താണ്? പക്വതയില്ല, ഇമ്മച്വറാണ്. കഷായാണാം, എന്താണ് കഷായം? കഷായം കയ്പ്, അല്ലെങ്കിൽ കഷായം എന്ന് പറഞ്ഞാൽ കയ്പ് നിറഞ്ഞ സാധനം. എന്താണ് കഷായാണാം? ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളെയാണ് ഇവിടെ കഷായം എന്ന് ഉദ്ദേശിക്കുന്നത്. ദുർദർശോ, ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങൾ ബാധിച്ച ഒരാൾക്ക് എന്നെ കാണുക എന്ന് പറയുന്നത്
സാധ്യമല്ല, ദുർദർശു, കാണാൻ സാധിക്കുകയില്ല. അഹം, എന്നെ. ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. കുയോഗിനാം, ഇൻകംപ്ലീറ്റ്. അതായത് ഈ പ്രോസസ്സ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ നിനക്ക് ദൃശ്യമായത് എങ്ങനെയാണ്? എൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് പറയാതെ പറയതാണ് ഭഗവാൻ, അല്ലേ? എന്താ പറഞ്ഞത്? ഹന്ത അസ്മിൻ ജന്മനി ഭവാൻ ന മാം ദ്രഷ്ടും ഇഹ അർഹതി. അല്ലയോ കുട്ടി, നിനക്ക് ഈ ജന്മത്തിൽ എന്നെ ഇനി കാണാൻ സാധിക്കില്ല, അതിനുള്ള അർഹത നിനക്കില്ല. അവിപക്വ, നീ ഇമ്മച്വറാണ്. കഷായാണാം, നിന്റെ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങൾ മുഴുവൻ നീങ്ങിയിട്ടില്ല. ദുർദർശോ അഹം, അങ്ങനെയുള്ളവർക്ക് ഞാൻ ദർശനീയനാവുകയില്ല. കുയോഗിനാം, കാരണം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് അല്ല എന്നുള്ളത് തന്നെ. നാരദ മഹർഷി യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ആ കുട്ടി യഥാർത്ഥത്തിൽ അവിപക്വനാണോ? മറ്റീരിയൽ ഡിസൈർസ് ഉള്ള ആളാണോ? ഇതൊന്നും ഇല്ല എന്നാണല്ലോ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ എങ്ങനെയാണ് സാക്ഷാത്കരിച്ചത് എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? എന്തുകൊണ്ടാണ് പിന്നെ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? ഇത് നമ്മൾക്കുള്ള പാഠമാണ്. ഭഗവാനെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ആ ഒരു ഉദാഹരണമായിട്ട് ഉപയോഗിച്ചത്. നാരദ മഹർഷി പറയുകയാണ്, പ്രഭുപാദ് പറയുകയാണ്, ഭഗവാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്കാർക്കും ഭഗവാനെ അത്ര എളുപ്പത്തിൽ കാണാൻ സാധിക്കാത്തത്, ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഇനിയുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നു. ഭഗവാൻ വിശുദ്ധ സത്വമാണ്. നമ്മൾ ഏതൊക്കെ ഗുണങ്ങളുണ്ട്? നമുക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 ഗുണങ്ങളുണ്ട്. ഇതിൽ തമോ ഗുണം ഏറ്റവും താഴേക്കിടയിലുള്ളതാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അലസത, നിദ്ര, മടി, പിന്നെ എന്താണ് അവരുടെ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, അവരെങ്ങനെയായിരിക്കും ആ സ്വഭാവം എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ത്രിഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. അങ്ങനെയുള്ള ഒരാൾക്ക് വിശുദ്ധ സത്വത്തിലുള്ള ഭഗവാനെ എങ്ങനെ ദർശിക്കാൻ പറ്റും? നമുക്ക് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാകും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റുകയില്ല എന്ന്. ഇനി തൊട്ട് മേലെയുള്ള ആൾക്കാരെ നോക്കാം. രജോ ഗുണത്തിനകത്ത് എന്താണ്? ആസക്തിയും മറ്റുള്ള ഇന്ദ്രിയ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ള താല്പര്യവും ഒക്കെയാണ്. അവരിങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളോടോ അല്ലെങ്കിൽ വസ്തുക്കളോടോ അമിതമായിട്ടുള്ള ആസക്തി വെച്ച് പുലർത്തുന്ന ആൾക്ക് അഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികം എന്താണ് ഈ പിന്നെ ഭൗതികമല്ലാത്ത ഒന്നിനോട് എങ്ങനെ ആസക്തി വരും? അവർക്ക് ഇതിലായിരിക്കും ആസക്തി കൂടുതൽ, അല്ലേ? ഭൗതികമായിട്ടുള്ള. അപ്പോൾ അവർക്കും ഭഗവാനെ കാണാൻ പറ്റുമോ? ഇല്ല. അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിൽ വന്നാലേ ഭക്തി എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉള്ളൂ എന്നാണ്. ഇതിൽ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്താണ്? പ്രമാദ, ആലസ്യ, നിദ്രാഭി. ഒരുമാതിരി എന്താണ് പ്രമാദം, ആലസ്യം, നിദ്ര, ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ആരുടെ പ്രശ്നം? തമോ ഗുണത്തിലുള്ളവരുടെ പ്രശ്നം. പ്രമാദ, ആലസ്യ, നിദ്ര. അതിൻ്റെ അകത്ത് സ്വതവേ നോർമലി ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഇല്ല. നമ്മൾ ഒരുപാട് കാണും ചുറ്റിനുമുള്ള ആൾക്കാരെ. ഇപ്പോഴത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതിക ലോകത്തിൽ പേടിയാവും ജീവിക്കാൻ. അതുപോലെയുള്ള വാർത്തകളാണ് വരുന്നത്. യുവജനങ്ങൾ, ചെറിയ കുട്ടികൾ, ഇവരൊക്കെ ഈ ഇൻടോക്സിക്കേഷൻ, മയക്കുമരുന്ന്, മദ്യം, ലഹരി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ചിട്ട് ഈ അവസ്ഥയിലാണ്. പ്രമാദ, ആലസ്യ, നിദ്ര. നേരെ ചൊവ്വേ ജീവിക്കാൻ പോലും അവർക്ക് പറ്റൂല. പിന്നെയാണോ അവർ ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവർക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളോട് പ്രഭുപാദ് പറയുന്നത്, റൈസ് ബിയോണ്ട് ഈ കാര്യങ്ങൾ. നോ ഇൻടോക്സിക്കേഷൻ, നോ ഇല്ലിസിറ്റ് സെക്സ്, നോ മീറ്റ് ഈറ്റിംഗ്, നോ ഗാംബ്ലിംഗ്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഇൻഫീരിയർ ആയിട്ടുള്ള ഈ തമോ ഗുണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചവിട്ടുപടികളാണ് ഇതെല്ലാം. പിന്നെ എന്താണ്? രജോ ഗുണം. രജോ ഗുണത്തിൽ അവരുടെ കോൺസെൻട്രേഷൻ എവിടെയാണ്? കൂടുതൽ നേടുക, ധനം സമ്പാദിക്കുക, ആസക്തി, പലതിനോടുമുള്ള ആസക്തി. അവർക്ക് സമയമില്ല. അവർക്ക് എന്തിനു സമയമില്ല? ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല. കാരണം എന്താണ്? അവർക്ക് കൂടുതൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടും അത് ആസ്വദിക്കുന്നതിനോടുമാണ് താല്പര്യം.
അതുകൊണ്ട് നമ്മൾ അവരോട് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ, നാമം ജപിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ അമ്പലത്തിൽ വരാൻ പറഞ്ഞാലോ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുക, അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിൽ നിന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, നമുക്ക് ഭക്തിയോടൊരു ആഭിമുഖ്യമെങ്കിലും വരികയുള്ളൂ. ആഭിമുഖ്യം വന്നാൽ മാത്രം മതിയോ? യഥാർത്ഥത്തിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയാലേ ഭഗവാൻ ആരാണ്? വിശുദ്ധ സത്വം. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. ഇതാര് പറഞ്ഞു? ലോർഡ് ശിവ. ഭഗവാൻ ശിവൻ പറയുകയാണ്, ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്? സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. വിശുദ്ധ സത്വം, അതിനെയാണ് നമ്മൾ വാസുദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിൽ ഇരുന്നാൽ മാത്രമേ ആഭിമുഖ്യം വരികയുള്ളൂ ഭഗവാനോട്. ഈ വിശുദ്ധ സത്വത്തിലുള്ള ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിനെ അതിക്രമിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഭഗവാൻ പറഞ്ഞു അല്ലേ ഭഗവത്ഗീതയിൽ, ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാ നിത്യസത്വസ്ഥ. സത്വഗുണത്തിൽ ഇരുന്നിട്ട് ഇടയ്ക്ക് രജോ ഗുണത്തിലേക്ക്, ഇടയ്ക്ക് തമോ ഗുണത്തിലേക്ക് പോയാൽ പറ്റുമോ? ഇല്ല, സത്വഗുണത്തിൽ തന്നെ ഇരിക്കണം, നിത്യസത്വസ്തു. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ ചിന്തിച്ച് നോക്കണം. നമുക്ക് ഭഗവാനെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും സത്വഗുണത്തിലാണോ നിൽക്കുന്നത്? ഇടയ്ക്ക് നമ്മൾ രജോ ഗുണത്തിലേക്ക്, ഇടയ്ക്ക് തമോ ഗുണത്തിലേക്ക് പോകുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാനുള്ള സാധ്യത എത്രത്തോളമാണ്, നമ്മളുടെ ആത്മാർത്ഥത എത്രത്തോളമാണ് എന്ന് നമ്മൾ ഒന്നും കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. പിന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അർച്ചാവിഗ്രഹത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള നമുക്ക് ഒരു ഹോപ്പുമില്ലേ, ഈശ്വര ഞാനിനി എത്ര നാൾ പരിശ്രമിച്ചാലാണ് ഭഗവാനെ അങ്ങേ കാണാൻ പറ്റുന്നത്? ഭക്തി ഇത്ര പ്രശ്നക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനകത്ത് ഇനി എന്ത് ചെയ്യാനാണ്? എനിക്ക് ഒരു ആശയവുമില്ലേ, ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനവുമില്ലേ? ഉണ്ടല്ലോ. എന്താണ്? ശ്രീ കൃഷ്ണ ബലരാമനെ നിങ്ങൾക്ക് അമ്പലത്തിൽ വന്ന് ദർശിക്കാം. രാധാമാധവ്, രാധാശ്യാമസുന്ദർ ശില പ്രഭുപാദ എത്ര അമ്പലങ്ങളാണ് കെട്ടിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ സത്വഗുണത്തിൽ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിരന്തരം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഗുരുമഹാരാജ് ഒരിക്കൽ പറഞ്ഞു, ശീലപ്രഭുപാദ് അമേരിക്കയിൽ രഥയാത്ര ആദ്യമായിട്ട് നടത്തുന്ന സമയം അദ്ദേഹം വന്നിട്ട് ആദ്യമായിട്ട്, അതായത് എൻ്റെ ഗുരുദേവ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, യു ഹാവ് സീൻ കൃഷ്ണ. അതായത് നിങ്ങൾ എല്ലാവരും, എവ്രി വൺ ഓഫ് യു ഹാവ് സീൻ കൃഷ്ണ. ഭഗവാനെ കണ്ടു കഴിഞ്ഞു. എങ്ങനെ കണ്ടു? ഭഗവാൻ പറയുന്നു, രസോഹം അപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോ. രസോഹം, അതായത് നമ്മൾ എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഞാനാണ്. രസോഹം അപ്സു കൗന്തേയ, അല്ലയോ കുന്തിപുത്ര, വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഞാനാണ്, രസം ഞാനാണ്. പ്രഭ അസ്മി ശശി സൂര്യയോ, എന്താണ്? ചന്ദ്രന്റെയും സൂര്യന്റെയും വന്നിട്ട് പ്രഭ ഞാനാണ്. നിങ്ങൾ കാണുന്നില്ലേ? എത്ര തവണ നിങ്ങൾ വെള്ളം കുടിക്കുന്നു? 1, 2, 3, 4 പ്രാവശ്യം ദിവസത്തിൽ എത്ര തവണ? ഈ ചൂടുകാലത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താണ്? ഭഗവാൻ തന്നെയാണ്. നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇനിയും നമ്മൾക്ക് സത്വഗുണത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട്, നമ്മളുടെ അവബോധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്? ശ്രീ കൃഷ്ണ ബലരാമനെ പോലെ മനോഹരമായിട്ടുള്ള വിഗ്രഹങ്ങൾ ശില പ്രഭുപാദ എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നത്, പല പല പേരുകളിൽ. രാധ രാസബിഹാരി, രാധ രാധിക രമണ, രാധ കുഞ്ചു ബിഹാരി, രാധ ബൃന്ദാവൻ ചന്ദ്ര, രാധ ലണ്ടനീശ്വര, രാധ പാരീസീശ്വര. എവിടെ വേണമെങ്കിലും നിങ്ങൾ പോയിക്കോളൂ. ലോകത്തിൻ്റെ മുക്കും മൂലയിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു അമ്പലം കിട്ടും. ശീല പ്രഭുപാദ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു അമ്പലം, ഒരു നാമഹട്ട, ഒരു കോൺഗ്രിഗേഷൻ കിട്ടും, പ്രസാദം കിട്ടും, പുസ്തകങ്ങൾ കിട്ടും, ഭക്തന്മാരെ കാണാൻ പറ്റും. അതുകൊണ്ട് പ്രയത്നിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഈ അസോസിയേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ സത്സംഗത്തെ മുതലെടുക്കുക എന്നുള്ളത്. എങ്ങനെ മുതലെടുക്കണം? മാക്സിമം എവിടെ പോയാലും. ഞാൻ ഉദാഹരണത്തിന് അജാമിള പ്രഭുവിൻ്റെ കാര്യം പറയാം. അജാമിള പ്രഭു ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി മീൻസ് അവന് 19-20 വയസ്സെങ്ങാണ്ടേ ആയിട്ടുള്ളൂ ആ സമയത്ത്.
ഭക്തിയുടെ തുടക്കത്തിൽ സാധനയൊക്കെ ഇവിടെ മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഹരേകൃഷ്ണ പ്രഭുവിനും ഭയങ്കര വിഷമമായി. ഇവനിനി ഒന്നും അറിയാത്ത ഒരു സ്ഥലത്ത് അവന് ഭാഷയെ അറിയില്ല, അവിടെ പോയിട്ട് ഇനി അവൻ ഭക്തി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാനാണ്? ഈ അസോസിയേഷനിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോഴത്തേനും അവന് എന്ത് സംഭവിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ്, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്താണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. അതുപോലെ ഞങ്ങൾ ചിന്തിക്കുകയാണ് അവൻ എന്ത് ചെയ്യുമെന്ന്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ നിശ്ചയദാർഢ്യവും അവൻ്റെ ആത്മാർത്ഥതയും കൊണ്ട് ഭഗവാൻ അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അസോസിയേഷൻ അവന് കൊടുത്തു. ഇപ്പോൾ ഞങ്ങളെക്കാളേറെ ഭക്തിയിൽ ഉന്നതമായിട്ട് പ്രവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ സിൻസിയറായിട്ട് സർവീസ് ചെയ്യുന്നതാണ് അജാമുള്ള പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ എന്താണ്, നമ്മളുടെ ആത്മാർത്ഥത അനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്യും? നമുക്ക് സേവനം ചെയ്യാനും ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷനും കാണാനും ചാൻഡ് ചെയ്യാനുമുള്ള എല്ലാ അവസരങ്ങളും തരും. ആത്മാർത്ഥത മാത്രം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. നാരദ മഹർഷിയോട് ഭഗവാൻ പറയുകയാണ്, നീ ഇപ്പം പക്വമായിട്ടുള്ള അവസ്ഥയിലല്ല. പക്വമായിട്ടുള്ള അവസ്ഥയിലല്ലാത്തത് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യുന്നില്ല? എനിക്ക് ഇനി ഗോചരനാവാൻ പറ്റുകയില്ല ഞാൻ, അതായത് നിനക്ക് കാണാൻ പറ്റുകയില്ല. പക്ഷെ സംസാരിച്ചു ഭഗവാൻ. എന്ത് ചെയ്യാൻ വേണ്ടി? സമാധാനിപ്പിക്കണം. അപ്പോൾ ഒരു ഭക്തൻ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? ഭഗവാൻ കണ്ടിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷനായിപ്പോയി. എന്ത് സംഭവിക്കും? ഇനി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ ഈ ജന്മത്തിൽ ഗോചരനാവുകയില്ല എന്നേ പറഞ്ഞുള്ളൂ. നീ ഒരിക്കലും ഗോചരനാവൂല എന്ന് പറഞ്ഞില്ല അല്ലേ? ഈ ജന്മത്തിൽ ഗോചരനാവുകയില്ല. കാരണം നീ പക്വമായിട്ടുള്ള അവസ്ഥയിലല്ല, നിന്റെ ഭക്തി പരിപക്വ അവസ്ഥയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ അകത്ത് ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളുണ്ട്. വിശുദ്ധ സത്വത്തിലിരിക്കുന്ന ഭഗവാനെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ഇപ്പോൾ നിനക്ക് ഗോചരനാകാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റുകയില്ല, സംസാരിക്കാൻ പറ്റുകയില്ല, അനുഭവവേദ്യമാകാൻ പറ്റുകയില്ല. ഭഗവാൻ എന്ത് ചെയ്തില്ല? ബ്ലൈൻഡ് ഉണ്ടായിട്ട് ഇനി ഒരിക്കലും കാണാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല. ഭഗവാൻ അങ്ങനെ ചെയ്യൂല. കാരണം എല്ലാ ജീവാത്മാക്കളും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ നാരദ മഹർഷിയോട് പറഞ്ഞിട്ട്, നാരദ മഹർഷിയോട് ഭഗവാൻ പറയുകയാണ്, ഇപ്പോൾ പക്വമായിട്ട് നിനക്ക് ഭക്തി ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നിനക്ക് ഭൗതിക മാലിന്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇനി എന്താണ് നിനക്കുള്ള ഓപ്ഷൻ? അല്ല, ക്ലോസ് എൻഡായിട്ട് വന്നിട്ട് കട്ടിങ് ആയിട്ട് ഇനി ഇല്ല എന്ന് പറഞ്ഞു വെച്ചില്ല ഭഗവാൻ. ഭഗവാൻ പറയുന്നത് എന്താണ്? ഇപ്പോൾ പറ്റൂല, പക്ഷേ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഇല്ല എങ്കിലും ഭാവിയിൽ പറ്റുമോ എന്നൊരു ഓപ്ഷൻ ഭഗവാൻ ഓപ്പണായിട്ട് വെച്ചേക്കുമല്ലേ. അപ്പം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് ആര് തന്നെ ഭഗവാൻ നാരദ മഹർഷിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും? ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കും. നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഓപ്ഷൻ. ആ ഓപ്ഷനെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മളോടൊപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും, എല്ലാ ഭക്തന്മാർക്കും വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ.